ഹലോ ഗൈസ്, ബ്രാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസ് നടന്ന മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് 107 റണ്ണിന്റെ ആധിപത്യ വിജയമാണ് നേടിയിരിക്കുന്നത്. ആധിപത്യമായി 107 റൺസിന്റെ വിജയം നേടിയിരിക്കുന്നു. ഇത് വലിയൊരു അടിയായിരിക്കണമെന്ന് ആർക്ക്? നമുക്ക് ഇന്ത്യക്കാണ് ഇതൊരു വലിയൊരു അടിയായിരിക്കണം. 107 റണ്ണാകുമ്പം പ്ലസ് 5 നെറ്റ് റൺ റേറ്റ് പ്ലസ് 5 എന്തോ വരും നെറ്റ് റൺ റേറ്റ്. അപ്പോഴവർക്ക് പോയിന്റ് പ്ലസ് 5 വരും റൺ റേറ്റ്. ആലോചിച്ച് നോക്ക്, ഇന്ത്യയുടെ കാര്യം ഇതോടെ അതോ ഗതി. ആലോചിച്ചു, ഇതിനെല്ലാം കാരണം ഫസ്റ്റ് മാച്ച് സില്ലി ആയിട്ട് എടുത്തതാണ്. ഇതിലെല്ലാം ഉത്തരവാദി സൂര്യകുമാർ യാദവ്. ആലോചിച്ചു, സൂര്യകുമാർ യാദവ് ഒരിക്കലും വിചാരിച്ചു കാണില്ല വെസ്റ്റ് ഇൻഡീസ് നടക്കുന്ന മാച്ചിൽ വെസ്റ്റ് ഇൻഡീസ് ഇത്രയും റൺ റേറ്റിൽ ജയിക്കും. 107 റണ്ണിന്റെ റൺ റേറ്റിൽ. ഇപ്പം ഇന്ത്യയുടെ റൺ റേറ്റ് എന്ന് പറയുന്നത് നെറ്റ് റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ -3.8 ആണ്. -3.8 ആണ്. വെസ്റ്റ് ഇൻഡീസ് വന്നിട്ട് പ്ലസ് 5 സംതിങ് ആണ്. സൗത്ത് ആഫ്രിക്ക വന്നിട്ട് പ്ലസ് 3 സംതിങ് ആണ്. ആലോചിച്ചു, രണ്ട് ടീമിലും നല്ല നെറ്റ് റൺ റേറ്റ് ഉണ്ട്. ഇതിപ്പോ നടക്കാൻ പോണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ 2 കളി ജയിച്ചിരുന്നാൽ പോലും വെസ്റ്റ് ഇൻഡീസ് 2 കളി ജയിച്ചിരുന്നാലും സൗത്ത് ആഫ്രിക്ക 2 കളി, എല്ലാവരും 4 പോയിന്റ് ആവും. അവസാനം നെറ്റ് റൺ റേറ്റിലാണ് ടീം കാൽക്കുലേറ്റ് ചെയ്യണം ആര് സെമി ഫൈനലിൽ പോകുന്നു. അപ്പോഴത്തേക്ക് ഇന്ത്യക്ക് പണി കിട്ടും, 8 പണി കിട്ടും. പക്ഷെ ഇതിലൊരു ചാൻസ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാലേ, സിംബാബ്വേയോട് ഒരു 250 റൺ അടിക്കുക, 220 അല്ല 250 220 മേളിൽ സിംബാബ്വേയോട് ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ, ഇതെല്ലാം കാൽക്കുലേഷനാണ്, നടക്കുമെന്നാണ്. ഇവിടെ 220 റണ്ണ് മേളിൽ സ്കോർ ചെയ്യുക, എന്നിട്ട് സിംബാബ്വേനെ ഒരു 110 റണ്ണ് തന്നെ ഓൾ ഔട്ട് ആക്കുകയും ചെയ്യണം. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാൻസ് ഉണ്ട്. അതും പോരാത്തോണ്ട് വെസ്റ്റ് ഇൻഡീസിന്റെ മാച്ചിൽ ജയിക്കുകയും ചെയ്യാം. കളി വെസ്റ്റ് ഇൻഡീസ് അറിയാലോ, ഇന്നലത്തെ കളി കണ്ടല്ലേ, അടിച്ചു കീറി കണ്ടല്ലേ. സൂര്യകുമാർ യാദവ് ഇതെല്ലാത്തിനും കാരണം സൂര്യകുമാറിന്റെ അഹങ്കാരം. മാച്ചായിട്ട് കാണണം, അല്ലാതെ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് അല്ല. ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമാണ്. അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ലോമീനെ കുത്തിക്കയറ്റി എല്ലാ ലെഫ്റ്റ് ഹാൻഡേഴ്സും കുത്തിക്കയറ്റിയിട്ട് കാര്യമില്ല. ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് എല്ലാവരും കൂട്ടത്തോടെ ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യൻ ടീം. അല്ലാതെ മുംബൈ ഇന്ത്യൻസിന്റെ ആ ടീമിനെ വേണമെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ നടക്കൂല. ഇതൊന്നും നടക്കണ കാര്യമില്ല. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ മാച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഡ്രസ്സിംഗ് റൂമിൽ ഗംഭീറും സൂര്യകുമാർ യാദവൊക്കെ വഴക്ക് തോന്നും. അതേ ടീമിന്റെ എല്ലാവരും മൊത്തത്തിൽ പ്രശ്നത്തിലാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും മൊത്തത്തിൽ പ്രശ്നമുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗംഭീർ അവകാശപ്പെട്ട് അക്ഷർ പട്ടേലിനെ ഇറക്കിയേ പറ്റുള്ളൂ. പക്ഷെ സൂര്യകുമാർ ഒരു വിധത്തിൽ അക്ഷർ പട്ടേലിനെ ഇറക്കാൻ സമ്മതിച്ചില്ല. എനിക്കറിഞ്ഞൂടാ സൂര്യകുമാർ യാദവും അക്ഷർ പട്ടേലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെന്നാണ് ഇവിടെ. പക്ഷെ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അക്ഷർ പട്ടേലാണ് ഫസ്റ്റ് ചോയ്സ്. കാര്യം വാഷിംഗ്ടൺ സുന്ദറിനെ കാട്ടി ബെസ്റ്റ് അക്ഷർ പട്ടേലാണ്. ഞാൻ അവകാശപ്പെട്ട അക്ഷർ പട്ടേലാണ്. പക്ഷെ എന്തുകൊണ്ട് സൂര്യകുമാർ യാദവ് അക്ഷർ പട്ടേലിനെ ഇറക്കിയില്ല? അത് എനിക്ക് തോന്നുന്നു ടീമിന്റെ പരാജയത്തിന്റെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഡ്രസ്സിംഗ് റൂമിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഗൗതം ഗംഭീർ സൂര്യകുമാറായിട്ട് ആക്കിയതായിരുന്നു ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അക്ഷർ പട്ടേലിനെ ഇറക്കിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി. ഇവിടെ സഞ്ജു സാംസൺ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ അക്ഷർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. അക്ഷർ പട്ടേലിനെ എന്തുകൊണ്ട് ഇറക്കിയില്ല? ആ മാച്ച് അക്ഷർ പട്ടേലിന്റെ ഹോം ഗ്രൗണ്ട് അഹമ്മദാബാദ് ഗ്രൗണ്ടിൽ അക്ഷർ പട്ടേലിനെ ഇറക്കിയത്. ഗൗതം ഗംഭീർ 1 അല്ല 2 അല്ല 3 അല്ല 4 വട്ടം ഗൗതം ഗംഭീർ പറഞ്ഞത് സൂര്യകുമാർ ഒരു വിധത്തിൽ അക്ഷർ പട്ടേലിനെ ഇറക്കിയില്ല. അങ്ങനെ പഴയ ടീമിനെ നെതർലൻഡോടെ വിൻ ചെയ്ത് അതേ സെയിം ടീമിനെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചൂസ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് ഇത്ര അപകടകരമായ ഒരു. ഇല്ലെങ്കിൽ സൂര്യകുമാർ ഒരു കാര്യം ചിന്തിക്കേണ്ടായിരുന്നു, ഇത് സൂപ്പർ 8 ആണ്, അല്ല ഗ്രൂപ്പ് സ്റ്റേജിലെ കളിയല്ല. ഒരു കളി തോറ്റ കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കളി തോറ്റപ്പോൾ സമ്മർദ്ദത്തിലായ. ഇന്നലാണ് വെസ്റ്റ് ഇൻഡീസ് 107 റൺസിന് ജയിച്ചപ്പോൾ സമ്മർദ്ദത്തിലായ. ഇപ്പൊ ഭയങ്കര സമ്മർദ്ദം. ഇന്ത്യ അത്രയ്ക്ക് ടോപ്പ് പെർഫോമൻസ് ചെയ്താൽ മാത്രമേ സെമി ഫൈനലിൽ കടക്കുള്ളൂ. എനിക്കതിൽ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അറിയില്ല, വെസ്റ്റ് ഇൻഡീസ് എന്റെ പൊന്നോ ചെറുക്കനൊക്കെ അടിക്കുന്ന അടി കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള ചതിക്കൂല. ഹെഡ്മയറും മറ്റേ പവലും
റുദർഫോർഡും മറ്റേ ഇവനെ എല്ലാം ഭരണവനും പോണവനും എല്ലാം അടിയനെ എല്ലാം അവിടെ പിന്നെ അറിയില്ല. വെസ്റ്റ് ഇൻഡീസ് ടീം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത, ഒന്നോട്ട് 10 ഫസ്റ്റ് തൊട്ട് 10 അവന്മാരും ബാറ്റ് ചെയ്യുന്ന എല്ലാ ആമ്പയറുള്ള അവന്മാരാണ്. അമ്മാതിരി അടിയല്ലേ അടിക്കുന്നത്. 6 ഒക്കെ അടിക്കുന്ന കാണുമ്പോൾ ഞെട്ടിപ്പോകും. നമ്മളെവിടെ അഭിഷേക് ശർമ്മയൊക്കെ ആ പിച്ചിൽ കിടന്ന് ഫാസ്റ്റ് പിച്ചിൽ കിടന്നിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അടിക്കണമെങ്കിൽ ഇവിടെ അടിക്കണം. ഇവിടെ അടിച്ച് വിജയിച്ചാലേ വിജയിക്കും. എന്തുകൊണ്ടും നമുക്കൊരു ചാൻസ് കിട്ടിയിരിക്കണം. നെക്സ്റ്റ് സിംബാബ്വേയുടെ മാച്ചിൽ 26-ാം തീയതി നടക്കുന്ന ചെന്നൈയിൽ നടക്കുന്ന സിംബാബ്വേയായിട്ടുള്ള മാച്ചിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. എന്തായാലും നല്ല മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷേ സഞ്ജു സാംസൺ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുമെന്ന് പറയൂല. കാര്യം എൻ്റെ വീഡിയോയിൽ മൊത്തം ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് സഞ്ജു സാംസൺ ഇറങ്ങിയിട്ടില്ല. എന്തായാലും സഞ്ജു സാംസൺ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും. ടീം 11 എന്തെങ്കിലും മാറ്റം സംഭവിക്കും. അത് 100% ഉറപ്പാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ടീം 11 മാറ്റം സംഭവിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും ടീം പെർഫോം ചെയ്യണം. ടീം പെർഫോം ചെയ്യുന്ന സിംബാബ്വേയുടെ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് കിട്ടണമെങ്കിൽ 220 മേളിൽ സ്കോർ ചെയ്യണം. അല്ലെങ്കിൽ നെറ്റ് റൺ റേറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ കണക്കെല്ലാം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും 4 പോയിന്റ്. ഇപ്പൊ ഇന്ത്യ 2 കളി വിജയിച്ച്, സൗത്ത് ആഫ്രിക്ക 2 കളി വിജയിച്ച്, വെസ്റ്റ് ഇൻഡീസ് 2, എല്ലാവർക്കും 4 പോയിന്റ് ആവും. മനസ്സിലായി. എന്നിരുന്നാൽ പോലും നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്റെ സെമി പ്രവേശിക്കുന്നത്. അപ്പോഴും ഇന്ത്യ ഫ്ലോപ്പ് ആവും. ഇന്ത്യ പുറത്താവും. 100% ഉറപ്പാണ്. പക്ഷെ ഇതിൽ ചാൻസ് ഉണ്ട്. സിംബാബ്വേയോട് നല്ല രീതിയിൽ സ്കോർ ചെയ്യുക. മാക്സിമം ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ബാറ്റിംഗ്, ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ ഇടണം. ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, അടിക്കണവരൊക്കെ അടിച്ച് നമുക്ക് സ്കോർ ചെയ്യണം. ഇവിടെ അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഇത് സഞ്ജു സാംസൺ ഒന്നും അല്ല ഇവിടെ കടന്നത്. ടീമാണ് ലക്ഷ്യം, ടീമാണ്. അപ്പം അഭിഷേക് ശർമ്മ ഫോം ഔട്ടാണെങ്കിൽ പുറത്താക്കുക, തിലക് വർമ്മ ഫോം ഔട്ടാണെങ്കിൽ പുറത്താക്കുക, അടിക്കണമെന്നെ കൊണ്ടുവരിക, അടിക്കുക. എങ്ങനെയെങ്കിലും ടീം സ്കോർ 220 മേളിലാക്കുക. ഇങ്ങനെ നെറ്റ് റൺ റേറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ് റൺ റേറ്റ് ആ ഒരു ഇതിലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പം -3.8 ആണ്. അതേസമയം വെസ്റ്റ് ഇൻഡീസിന് +5.3 ആണ്. സൗത്ത് ആഫ്രിക്കയ്ക്ക് +3.8. രണ്ടുപേർക്കും നെറ്റ് റൺ റേറ്റ് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് പണിയാണ്. ഇനിയിപ്പോൾ 2 കളി ജയിച്ചെന്നാലും ഇത് പണിയാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെല്ലാം ഉത്തരവാദി സൂര്യകുമാർ യാദവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സില്ലിയായിട്ട് കണ്ടു. സൂപ്പർ 8 ഫസ്റ്റ് മാച്ച് സില്ലിയായിട്ട് കണ്ടു. എന്തിനു സില്ലിയായിട്ട് കാണുന്നത്? സില്ലിയായിട്ടാണ് അവന്റെ കൊണ ചിരിയില്ലേ, എന്റെ കൊണ ചിരി, അവന്റെ കൊണ സഞ്ജു സാംസന്റെ പേരാണ്. എടാ രക്ഷിക്കണമെങ്കിൽ സഞ്ജു സാംസൺ വരണം. നീ നോക്കിക്കോ, സഞ്ജു സാംസൺ വന്നേ രക്ഷിക്കോ ടീം. നോക്കിക്കോ, സഞ്ജു സാംസന്റെ പേര് പറയുമ്പോൾ അവന് കൊണ ചിരി തീന്നല്ല സൗത്ത് ആഫ്രിക്കയിൽ കൂടെ. എന്റെ കൊണ ചിരി. എന്തായാലും ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ ടഫ്. ഈ ടഫ് വരാതിരിക്കാനാണ് ഫസ്റ്റ് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യണം. ഈ ഗൗതം ഗംഭീർ ചിലപ്പോൾ പറഞ്ഞ അക്ഷർ പട്ടേലിനെ ഇറക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ഇവൻ അക്സെപ്റ്റ് ചെയ്തു കാണില്ല. ഇവൻ മുംബൈ ഇന്ത്യൻസിന് ഭയങ്കരമായിട്ട് ഹാർദിക് പാണ്ഡ്യ, ഇഷാൻ കിഷൻ, ബുംറയൊക്കെ ഓൾറെഡി ടീമിൽ വരും. അങ്ങനെ ഒരു മുംബൈ ഇന്ത്യൻസ് ലോബിയാണ്. മനസ്സിലായി. ഒരു ടീമിന് വേണം അവകാശം. അത് തെറ്റാണ്. അത് നീ മുംബൈ ഇന്ത്യൻസ് ടീമിൽ കളിക്കുമ്പോൾ നീ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ നീ അങ്ങനെ ചെയ്യും. പക്ഷെ ഇന്ത്യൻ ടീമിൽ വരുമ്പോൾ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ടീമാണ്. ഇന്ത്യൻ ടീമിൽ അവിടെ ചാൻസ് കൊടുത്തേ പറ്റും. ഫോമിലുള്ള കുൽദീപ് യാദവ് ഫോമിലാണ്, അവർക്ക് കൊടുക്കണം ചാൻസ്. സഞ്ജു സാംസൺ ഇറക്കണം. എല്ലാ ലെഫ്റ്റ് ഹാൻഡേഴ്സിന് മാത്രമായിട്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ വേണ്ടേ ടീമിൽ? ഇതെല്ലാം നെഗറ്റീവാണ്, മൊത്തം നെഗറ്റീവാണ്. സൂര്യകുമാർ യാദവ് സത്യം താങ്കൾ ഒരു വൻ പരാജയമായിരുന്നു കഴിഞ്ഞ മാച്ച്. താങ്കളെ ബബിൾക്കാൻ ചവയ്ക്കണം ഇന്റർവ്യൂ മാത്രമേ. പക്ഷെ ഒരിക്കലെങ്കിലും സഞ്ജുവിനെ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക. ഞാൻ ഇത്രയും പറയുന്നത്. നിങ്ങൾ വന്നിക്കില്ല എങ്കിലും നിന്ദിക്കാതിരിക്കുക. ആർക്കും ശല്യമില്ല. ഔട്ടാണെങ്കിൽ ഔട്ടായി പോകും. ഒരു കാലത്തും സഞ്ജു സാംസൺ ഒരാളെ കുറിച്ച് തെറ്റായിട്ട് പരാമർശിക്കും. പക്ഷെ സൂര്യകുമാർ യാദവ് വളരെ വ്യക്തിഹത്യ ചെയ്തു സഞ്ജു സാംസൺ. സഞ്ജു സാംസണിനെതിരെ. എന്നിരുന്നാൽ പോലും സഞ്ജു സാംസൺ ഒരിക്കൽ പോലും നിങ്ങളുടെ ആ ഒരു രീതിയിൽ പെരുമാറുന്നു. കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അതാണ്. ഈ പറഞ്ഞ ഈ 2 മാച്ചിൽ അടുത്ത സിംബാബ്വെ വെസ്റ്റ് ഇൻഡീസ് മാച്ചിൽ സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചെങ്കിൽ നിങ്ങൾ സൂര്യകുമാർ യാദവ് എന്ത് ചെയ്യും? പ്രസ് മീറ്റിൽ പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും ആരും നമ്മൾ ചെറുതാക്കാൻ പാടില്ല.
വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക. സഞ്ജു സാംസൺ പ്ലെയറാണ്. നിങ്ങൾ ഈ പറഞ്ഞ അഭിഷേക് ശർമ്മയും തിലക് വർമ്മേനെ കാട്ടി ബെസ്റ്റ് പ്ലെയർ സഞ്ജു സാംസണാണ്. നിങ്ങൾക്ക് അറിയണം, പ്രീവിയസ് ഹിസ്റ്ററി എടുത്തൊക്കെ. തിലക് വർമ്മയ്ക്ക് ഇപ്പം മുളച്ചതേ ഉള്ളൂ. പണ്ട് കുറെ IPL മാച്ചൊക്കെ ഉണ്ടായിരുന്നു. സാറ് ചെന്നിരുന്ന് കണ്ടു നോക്കിയാൽ സഞ്ജു സാംസൺ ആരെന്നാണെന്ന് അറിയാം. ഓക്കെ, എന്നിരുന്നാൽ പോലും വരാനിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടെ. എന്നാലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗൗതം ഗംഭീർ, സൂര്യകുമാറൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ ഭയങ്കരമായിട്ട് അടിയായെന്നൊക്കെ അറിഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താകാൻ അടുത്ത കളിയിൽ ഒരു മാറ്റം കാണും. ഇപ്പൊ സഞ്ജു സാംസണെ ഇറക്കിയില്ലെങ്കിൽ പോലും അക്ഷർ പട്ടേൽ അടുത്ത മാച്ചിൽ കാണും. അത് 100% ഉറപ്പാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അക്ഷർ പട്ടേൽ 100% ഉറപ്പാണ്. സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ പോലും അക്ഷർ പട്ടേൽ ഉറപ്പാണ്. വീണ്ടും ഇവർ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ വെച്ച് ഇങ്ങനെ പോകണമെങ്കിൽ അടുത്ത കളിയും ഫ്ലോപ്പായി തോക്കും, നല്ല രീതിയിൽ തോക്കും. എന്നാലും അത് ചെയ്യില്ല. കാര്യം ഇതിനെ കഴിഞ്ഞ കളി തോറ്റുകൊണ്ട് അത് രീതി ചെയ്യില്ല. എന്തായിരുന്നാലും എന്താണ് നടക്കണമെന്ന് നമുക്ക് കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ. എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ഇന്ത്യൻ ടീമിൻ്റെ ഒപ്പമുണ്ട്, സഞ്ജു സാംസന്റെ ഒപ്പമുണ്ട്. എന്തായാലും നല്ല നടക്കട്ടെ, നല്ല മാത്രം നടക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭ്രാന്തന്റെ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് ഗൈസ്. ബൈ ഫ്രം ഭ്രാന്തൻ.